കർത്താവിൽ എല്ലാവർക്കും വന്ദനം. നമ്മുടെ റെസ്റ്റോർ ആൻഡ് റീബിൽഡ് എന്ന് പറയുന്ന ഈ ഓൺലൈൻ പ്രയറിൻ്റെ ഈ ഒരു പുതിയ ദിവസത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ പിശാച് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള മേഖലകളെ കണ്ടെത്തി അതിൻ്റെ ഇടിവുകളെ നന്നാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രാർത്ഥനകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് അറിയാം, ഇനി അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നിങ്ങൾ ആ കാര്യങ്ങൾക്ക് നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിന് പ്രത്യേകം നന്ദി പറയുക. ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ഇന്ന് രാവിലെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്. മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ എന്ന് പറഞ്ഞിട്ട് കഷ്ടത എന്ന മഹാദാരിദ്ര്യത്തിനകത്ത് അവർ ഇരിക്കുമ്പോഴും അവർക്ക് ദാനങ്ങൾ കൊടുക്കുവാൻ, ഔദാര്യമായിട്ട് കൊടുക്കുവാൻ അവർക്ക് കൃപ ലഭിച്ചു എന്ന് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് പൗലോസ് പറയുന്നത്, ഫിലിപ്പിയിലെ സഭയെക്കുറിച്ച് പറയുന്നത്, ഫിലിപ്പിയിലെ സഭയല്ലാതെ എൻ്റെ വരവ് ചെലവ് കാര്യങ്ങളിൽ ആരും കൂട്ടായ്മകൾ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദൈവസഭയുടെ നടത്തിപ്പിന്, ആ ദൈവസഭയുടെ മൊത്തത്തിലുള്ള ഒരു ഭൗതിക കൂട്ടായ്മ ആ സഭയുടെ പ്രവർത്തനത്തിനും മതിലുപണിക്കും ഒക്കെ വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും പലരും അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം അവർക്ക് ഗിവിങ്ങിൻ്റെ ഒരു റെവലേഷൻ ഇല്ല എന്നുള്ളതാണ് പലരുടെയും പ്രശ്നം. എന്നാൽ അതേ സമയത്ത് ഈ കൊരിന്ത്യർ ലേഖനം നാം പഠിക്കുമ്പോൾ മറ്റ് സഭകൾക്ക് വേണ്ടി പൗലോസ് ഫണ്ട് റൈസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫണ്ട് റൈസിങ് നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകാൽ ജെറൂസലേമിലെ സഭയ്ക്ക് വേണ്ടി ഒരു ധർമ്മശേഖരം നടത്തുന്നതിനെ കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ദൈവസഭകൾക്കകത്ത് ഉള്ള ഫണ്ട് അല്ലെങ്കിൽ സാമ്പത്തികം, ഇത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പൈസ എന്ന് പറയുന്നത് നമ്മളെ ട്രാപ്പിലാക്കുന്നൊരു കാര്യമാണ്. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിൻ്റെയും മൂല കാരണമാണ്, നീ അത് വിട്ട് ഓടിക്കോണമെന്നാണ് പറഞ്ഞു. എൻ്റെ ക്രിസ്തീയ ശുശ്രൂഷയിൽ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ദൈവ വേലയ്ക്കു വേണ്ടി എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരു പൈസ നമ്മുടെ കയ്യിൽ തന്നാൽ അത് ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കരുത്. ദൈവസഭയ്ക്കകത്ത് വരുന്ന സാമ്പത്തിക കാര്യങ്ങൾക്ക് വളരെ സുതാര്യമായ, വളരെ തുറന്ന പുസ്തകം പോലെ അതിനകത്ത് നമ്മൾ ആയിരിക്കണമെന്നും ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. കാര്യം സമ്പത്ത് വരുമ്പോഴാണ് പലരും തകർന്നു പോകുന്നത്. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം, ഞാൻ രണ്ടും ശീലിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും ഇരിക്കാൻ വളരെ എളുപ്പമാണ്. പൈസയൊന്നും ഇല്ലാത്തപ്പോൾ ഇരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു മിനിസ്ട്രി ഇല്ലാത്തപ്പോൾ ഇരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആരും നമ്മളെ അറിയുന്നില്ലല്ലോ, ആർക്കും നമ്മളെ അറിയത്തില്ലല്ലോ. പക്ഷെ ശുശ്രൂഷകൾ ലഭിക്കുകയും ഭൗതികമായി നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആ കാലഘട്ടത്തിലാണ് സത്യത്തിൽ ഇരിക്കുവാൻ പ്രയാസം. സാമ്പത്തികമുള്ളപ്പോഴാണ് ഇരിക്കുവാൻ, നമുക്ക് ജീവിക്കുവാൻ, നമുക്ക് അതിനകത്ത് ഇരിക്കാൻ നമ്മൾ പഠിക്കേണ്ടത്. പൗലോസ് പറയുന്നത്, താഴ്ചയിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കാനും ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ പഠിക്കണം. നിങ്ങൾ നിശ്ചയമായിട്ടും ഒരു ദൈവസഭയുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ, ആ ദൈവസഭയ്ക്കകത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങൾ അതിനകത്ത് ഗിവിങ്ങിൻ്റെ വെളിപ്പാടുള്ള ആളാണെങ്കിൽ നിശ്ചയമായിട്ടും എൻ്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ഒരു സംശയവും ആ കാര്യത്തിനകത്തില്ല. എന്നാൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെടുമ്പോഴും നിങ്ങൾ ആ അനുഗ്രഹത്തിനകത്ത് എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിക്കുവാൻ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും പരിശുദ്ധാത്മാവിൻ്റെ കവറിങ് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. നമ്മൾ ആത്മീയമായി നോക്കുമ്പോൾ പെന്തക്കോസ്തിൻ്റെ ഒന്നാം തലമുറയ്ക്ക് ഒന്നുമില്ലാത്ത തലമുറകളായിരുന്നു, ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നു. എന്നാൽ ആ പിതാക്കന്മാരുടെ വിധ 3-4 തലമുറകളിലേക്ക് വരുമ്പോൾ അവരെ ഭയങ്കരമായി ഭൗതികമായി ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ ആ അനുഗ്രഹത്തിനകത്ത് എങ്ങനെ ജീവിക്കണമെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് ആ മതിലുകളെല്ലാം പിശാച് ഇടിച്ചു കളഞ്ഞ്
അഞ്ചാമത്തെ തലമുറകളെയും 4ാമത്തെ തലമുറകളെയും പിശാച് കൊണ്ടുപോകാൻ ഇടയായി. എന്നാൽ നിന്റെ തലമുറകളെ പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ, നിന്റെ തലമുറകൾ കർത്താവിൽ കരുത്തരായി വളരണമെങ്കിൽ, ദാരിദ്ര്യത്തിൽ നീ ജീവിക്കാൻ പഠിച്ചതുപോലെ സമൃദ്ധിയിലും ജീവിക്കുവാൻ നീ പഠിക്കണം. ഇല്ലായ്മയിൽ നീ ദൈവകൃപ അനുഭവിച്ചതുപോലെ നിന്റെ സമൃദ്ധിയിലും നീ ദൈവകൃപ അനുഭവിക്കാൻ നീ പഠിക്കണം. ഈ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. ദൈവമേ, താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ഞാൻ ശീലിച്ചിരിക്കുന്നു. കർത്താവ് എൻ്റെ കയ്യിൽ തന്നതല്ല. നമ്മൾ പലപ്പോഴും ചോദിക്കും, പുതിയ നിയമത്തിൽ ദശാംശമാണോ ഓഹരിയാണോ എന്നൊക്കെ ചോദിക്കാറ്. പഴയ നിയമത്തിലാണ് ദശാംശം എന്ന വെളിപ്പാട്, ഓഹരി എന്ന വെളിപ്പാടുമല്ല പുതിയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ നമുക്കുള്ളതെല്ലാം ദൈവം തന്നതാണ്. നമുക്ക് ദൈവം തരാത്തതൊന്നും നമ്മുടെ കയ്യിലില്ല. ആ ദൈവം തന്നതിൻ്റെ കാവൽക്കാരനാണ് നമ്മൾ. ദൈവം തന്നത് നമുക്ക് ദൈവത്തിന് തിരിച്ചു കൊടുക്കാൻ എന്തിനാ നമ്മൾ കണക്ക് പറയുന്നത്? അതിനകത്ത് 10% മാത്രമല്ല, അതിനകത്ത് 100 ദൈവത്തിനുള്ളതാണ്. ആ ഒരു വെളിപ്പാടിൽ നീ ജീവിക്കാൻ തുടങ്ങിയാൽ നിന്റെ സാമ്പത്തിക മേഖലകളിലും ഒരു വലിയ മതിലിൻ്റെ സംരക്ഷണം നീ അനുഭവിക്കും. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കട്ടെ: താഴ്ചയിലും സമൃദ്ധിയിലും ഇരിക്കാനുള്ള ദൈവകൃപ ദൈവം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.